ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ്: 2 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 4 ടൊമാറ്റോസ്, പിന്നെ പുതിനയില, പിന്നെ മല്ലിയില, പിന്നെ ബിരിയാണിക്ക് ഇടാനുള്ള എല്ലാം നമുക്ക് സ്പൈസസ് ഇടാം. പിന്നെ ആദ്യം ഇതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ വേണ്ടെങ്കിൽ നമുക്ക് ഗീ മാത്രം വിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. ഇതിലോട്ട് ബേ ലീഫും പിന്നെ എല്ലാം സ്പൈസസ് ആഡ് ചെയ്ത് ഉള്ളി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് ഒരു വഴണ്ട് വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഒരു പ്യൂരി കൈൻഡ് ആവുന്ന വരെയാണ് ഞാൻ ചെയ്യാറ്. സോ പ്യൂരി ആവുന്ന വരെ നമ്മൾ അത് ഒന്ന് കുറച്ച് അടച്ചിട്ട് നമ്മളതിനെ വേവിക്കുക. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്യണം. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ നോക്കി ചെയ്യുന്നതാണ്. എനിക്കിഷ്ടമാണ് ഈ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടും കുറച്ച് ജ്യൂസി ആയിട്ടൊക്കെ കിട്ടും നമുക്ക് ടൊമാറ്റോ റൈസ്. സോ ഇതിലോട്ട് ഇനി മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ തിളച്ച് കഴിഞ്ഞിട്ട് വേണം റൈസ് ഇടാൻ വേണ്ടി. ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറഞ്ഞത് വെള്ളം തിളയ്ക്കുമ്പം നമ്മൾ റൈസ് ഇട്ടാൽ മസാല എല്ലാം റൈസിലോട്ടും പിടിക്കും എന്നാണ് പറഞ്ഞത്. സോ ഞാനും അതാണ് ഫോളോ ചെയ്യുക. ബോയിലായി കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഞാൻ റൈസ് ഇട്ടു. പിന്നെയും ഞാൻ ബോയിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ബോയിലായി കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്കർ ക്ലോസ് ചെയ്ത് 2 വിസിലിന് വെയിറ്റ് ചെയ്തത്. സോ റൈസ് നമുക്ക് കുറച്ച് ജ്യൂസി ആയിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ. താങ്ക് യു ഫോർ വാച്ചിങ്.